തലസ്ഥാനത്ത് കേരളത്തിലെ വിഖ്യാതനായ മുഖ്യമന്ത്രി, അങ്ങനെ പറയണം, അടിയന്തരാവസ്ഥ കാലത്തെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്, അച്യുതമേനോൻ്റെ ഒരു പ്രതിമ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ പ്രതിമയുടെ ചിത്രം ഞാൻ കണ്ടു. അതുണ്ടാക്കിയ ശില്പി എന്തോ കണ്ണൂരുകാരനോ മറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ തോന്നുന്നു അദ്ദേഹം സന്ദേശം സിനിമ നിരന്തരം കാണുന്ന ആളാണെന്ന് തോന്നുന്നത്. അതിനകത്ത് താത്വികാചാര്യനായ ശങ്കരാടിയുടെ കഥാപാത്രം ഉണ്ടല്ലോ, അദ്ദേഹം ആ സിനിമയുടെ ആരാധകനായതുകൊണ്ടായിരിക്കും അച്യുതമേനോൻ്റെ പ്രതിമ ഉണ്ടാക്കിയപ്പോൾ ശങ്കരാടിയെ പോലെ ആയി എന്ന് തോന്നുന്നു. ഇത് സംബന്ധിച്ച് രാമേന്ദ്ര സാറിൻ്റെ ഒരു FB പോസ്റ്റ് ഞാൻ കണ്ടു. യഥാർത്ഥത്തിൽ ആ പ്രതിമയുടെ നിർമ്മാണത്തിന് പിന്നിൽ എന്താ സംഭവിച്ചത്? അതെന്താന്ന് വെച്ചാൽ മന്ത്രി GR അനിൽ ആണ് ശില്പിയെ കണ്ടെത്തിയത് എന്ന് വാർത്തകൾ വന്നിരുന്നു. ഈ ശില്പി നാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിമ, അത് നാരായണ ഗുരുവിൻ്റെ പ്രതിമ ചെയ്യുന്നതിൽ കേരളത്തിലെ ശില്പികളൊക്കെ വിദഗ്ധരാണ്. കാരണം അത് ധാരാളം പ്രതിമകൾ ഉണ്ടല്ലോ, മോഡൽ സിസ്റ്റം പോലെ. അതെ, അത് പഠിക്കാനൊന്നും വലിയ പ്രയാസമില്ല, ധാരാളം ഉണ്ടായിട്ടുള്ളത് കൊണ്ട്, വളരെ ഫെമിലിയർ ആയതുകൊണ്ട് അല്ലേ. മുമ്പ് നമ്മുടെ സൗത്ത് ഓവർ ബ്രിഡ്ജില്ലേ, അതിൻ്റെ താഴെ ഒരു ശില്പി താമസിച്ചിരുന്നു. പേര് ഞാൻ പറയില്ല, ചൂണ്ടിക്കാണിക്കാം. ആ ശില്പി അദ്ദേഹമാണ് അധികം നാരായണ ഗുരുവിൻ്റെ പ്രതിമകൾ അക്കാലത്ത്, ഇപ്പം ഇല്ല അദ്ദേഹം. ചൂണ്ടിക്കാണിക്കും. അതെ, അദ്ദേഹത്തിൻ്റെ ചിത്രം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ കുടുംബ ചിത്രം തന്നെയുണ്ട്, അച്ഛൻ്റെയും സഹോദരൻ്റെയൊക്കെ. സഹോദരനും ശില്പിയായിരുന്നു അദ്ദേഹം. ഈ ഏറ്റവും കൂടുതൽ ആ കാലത്ത് നാരായണ ഗുരു ഈ കവലകളിലൊക്കെ കാണും. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ആളായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞ് വേറെ ശില്പങ്ങളൊക്കെ കേളപ്പൻ്റെയോ ഒക്കെ കൊണ്ടു കൊടുക്കുമ്പോഴും ഒക്കെ ഇപ്പം SK പൊറ്റക്കാടിൻ്റെ ഒരു പ്രതിമ കോഴിക്കോട്ട് ആരാധകർ പുള്ളിയുടെ അടുത്ത് ഉണ്ടാക്കാനായിട്ട് കൊടുത്തു, കാശുമൊക്കെ മുടക്കി. അദ്ദേഹം SK പൊറ്റക്കാടിൻ്റെ പ്രതിമ ഉണ്ടാക്കിയപ്പോഴും നാരായണ ഗുരുവിൻ്റെ പ്രതിമ അവരും ബഹളം ഉണ്ടാക്കി പൈസ തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇല്ല, ഞാൻ വേറൊരെണ്ണം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ ആൾക്ക് ആകെ അറിയാവുന്ന ഗുരുദേവൻ്റെ പ്രതിമ ഉണ്ടാക്കാനേ അറിയാവുള്ളൂ. പുള്ളിയുടെ അടുത്ത് ഇപ്പോൾ കേളപ്പൻ്റെ പ്രതിമ ഉണ്ടാക്കാൻ പറഞ്ഞാലും പുള്ളി സമയത്തിന് തീർത്തു കൊടുക്കും. പക്ഷെ നാരായണ ഗുരുവാണെന്ന് തോന്നുള്ളൂ ആളുകൾ. അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് പ്രയാസമില്ല. കാരണം പുള്ളിക്ക് പിന്നെ വീണ്ടും ഈ നാരായണ ഗുരുവിൻ്റെ ഓർഡർ വന്നുകൊണ്ടിരിക്കും ശില്പം. അതാണ് പുള്ളി അതിനുവേണ്ടി ട്യൂൺഡാണ്. അപ്പോൾ പുള്ളിക്ക് ഇത് വേറെ എങ്ങോട്ടെങ്കിലും വിൽക്കാൻ പ്രയാസമൊന്നുമില്ല. ആരുടെ ഉണ്ടാക്കി നാരായണ ഗുരുവാണ്, മറ്റേവരാണ് ഈ വെള്ളത്തിൽ, ഒറിജിനൽ വേണം. അങ്ങനെ പൊറ്റക്കാടിൻ്റെത് വേറെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നു. പുള്ളി ഉണ്ടാക്കിയ വേറെ, പക്ഷെ അതിനും പൊറ്റക്കാടിൻ്റെ ചായ ഇല്ല. ആ പ്രതിമ ഒന്ന് എടുത്ത് നോക്കൂ. അത് ആരുടെ വേറെ കാര്യമില്ല. പൊറ്റക്കാടിൻ്റെയൊക്കെ പിന്നെ ഒരു തരത്തിൽ ഒപ്പിക്കാം. പൊറ്റക്കാടിനെ കണ്ടാൽ ആർക്കും അറിയത്തില്ലല്ലോ ഇപ്പോൾ ഇന്ന് തലമുറയ്ക്ക്, അതുകൊണ്ട് ഒപ്പിക്കാം. പക്ഷെ ഈ അച്യുതമേനോനെ പിന്നെയും കുറച്ച് പേർക്ക് അറിയാം. ഇത് കണ്ടിട്ട് കവിളൊക്കെ തുടുത്ത് യുവ കോമളനായിട്ടിരിക്കുന്ന ഒടിയൻ സിനിമയിലെ മോഹൻലാലിൻ്റെ കവിള് പോലെ ഇരിക്കുന്നു. ആ ഷർട്ട് നല്ല ഇസ്തിരിയിട്ട ഷർട്ടാണ് ആ പ്രതിമയിലുള്ളത്. അങ്ങനെയൊന്നും അച്യുതമേനോനെ നമ്മൾ കാണുന്ന പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. ഞാൻ അത് മുഴുവൻ നോക്കി. ആ അച്യുതമേനോനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ, സംസാരിച്ചിട്ടുമൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഷർട്ടും വടിവത്ത ആ കണ്ണട അതൊന്നും ആകുന്നില്ല. പിന്നെ വെങ്കല പ്രതിമ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? അതാണ് എൻ്റെ ഒരു സംശയം. എന്താന്ന് വെച്ചാൽ ഈ അത് മോൾഡ് ചെയ്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. PC ദേവസ്യ എന്ന് പറഞ്ഞിട്ടൊരു സംസ്കൃത പണ്ഡിതൻ ഉണ്ടായിരുന്നില്ലേ, ഇന്ന് മറ്റേ ക്രിസ്തു ഭാഗവതമൊക്കെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു എന്ന് എൻ്റെ ഒരു സുഹൃത്ത് രവീന്ദ്രൻ നായർ, തിരുവനന്തപുരത്ത് നിന്ന് സെക്രട്ടേറിയറ്റിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ് രവീന്ദ്രൻ നായർ. അദ്ദേഹം പറഞ്ഞു, അയലത്തായിരുന്നു ദേവസ്യ താമസിച്ചിരുന്നത്. ദേവസ്യ എപ്പോഴും പറയുന്നത് ഈ തിരുവനന്തപുരത്തുള്ള ഉള്ളൂരിൻ്റെ പ്രതിമയില്ലേ, ഉള്ളൂർ എസ് പരമേശ്വരൻ, അതിന് ഉള്ളൂരുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ പൊതുവെ നമ്മുടെ നാട്ടിൽ പ്രതിമ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് എന്ന് തോന്നുന്നു. ഈ കുമാരനാശാൻ്റെ പ്രതിമ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അവിടെ പണ്ട് ഈ റോയ് ചൗധരി കുമാരനാശാൻ്റെ ഒരു പ്രതിമ റോയ് ചൗധരിയെ ഏൽപ്പിച്ചിട്ട് കൽക്കട്ടയിൽ, അത് ബസ്റ്റ് അർദ്ധകായ പ്രതിമ, അത് എന്തോ തർക്കം ഉണ്ടായിട്ട് ഇദ്ദേഹം ആദ്യമേ കാശൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഇവർ കൊടുക്കാതെ തീരുമ്പോൾ തരാം എന്ന് പറഞ്ഞിട്ട് ആ പ്രതിമ പിന്നീട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. റോയ് ചൗധരി ആ ബസ്റ്റ് അർദ്ധകായ പ്രതിമ ഉണ്ടാക്കിയിരുന്നു എന്നാണ് അറിവ്. അതാരെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലൊക്കെ നോക്കിയാൽ ആ തിരുവനന്തപുരത്ത് ആ പ്രതിമ കുഴപ്പമില്ല. പക്ഷേ ഈ
മറ്റേ കുമ്പളത്ത് ശംഖുപിള്ള മുൻകൈ എടുത്തിട്ടാണ് സ്വദേശാഭിമാനിയുടെ ചിതാഭസ്മം കണ്ണൂർ പയ്യാമ്പലത്ത് നിന്ന് കൊണ്ടുവന്ന് ഈ കലശം പോലെയൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെയൊക്കെ എപ്പോൾ ഉണ്ടാകാനാണ്, ഇത് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ചിതാഭസ്മം എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നത്. പട്ടംതാണു പിള്ളക്കെതിരെ താങ്ങാൻ വേണ്ടിയിട്ട് കുമ്പളത്തെ ശംഖുപിള്ള എടുത്തൊരു വേലയാണിത്, ഈ സ്വദേശാഭിമാനിയുടെ പ്രതിമ എന്ന് പറഞ്ഞ സംഗതി. അത് എന്നിട്ട് അവിടെ അന്ന് മേയർ എസ് വരദരാജൻ നായരാണ്. തിരുവനന്തപുരം നഗരാതിർത്തിയിൽ വരദരാജൻ നായരെന്ന് സ്വീകരിക്കുക, അത് വലിയ വേറൊരു തട്ടിപ്പായി. ഇപ്പം എന്താണെന്ന് വെച്ചാൽ പി രാജഗോപാലാചാരി എന്ന് പറഞ്ഞ ദിവാനായിരുന്നു സ്വദേശാഭിമാനിയെ നാട് കടത്തിയത്. പി രാജഗോപാലാചാരിയുടെ മകനാ വരദരാജൻ നായർ. എന്നിട്ട് ആ മകനെ കൊണ്ട് ഈ പഴയ ശത്രുവിൻ്റെ അത് കൊള്ളാം, അല്ല അത് വേണൊരു കാവ്യനീതിയാന്ന് പറയാം, ഇത് സ്വീകരിപ്പിക്കുക. അല്ല ഈ കുമ്പളത്തെ ശംഖുപിള്ള മറ്റേ ശത്രുത സമ്പാദിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ നമ്മുടെ കഥ. കാരണം അദ്ദേഹം സ്വന്തം നിലയ്ക്ക് തന്നെ ഗുസ്തിക്കാരൻ. അതെ അതെ, പല ആളുകളും KCS മണിയെ സഹായിച്ചതൊക്കെ അദ്ദേഹമാണ്. മൂക്ക് വെട്ടിയ അത് KCS മണി എന്നെ എഴുതിയ കഥയിലൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ധാരാളം പ്രതിമകളുടെ കഥ ഇതുമായിട്ടൊക്കെ ബന്ധമില്ലാത്തതാണ്, ആളുകളുമായിട്ടൊന്നും ഒരു ബന്ധം. അതിലിപ്പോൾ അവസാനത്തെ സംഭവമാണ്. അപ്പോൾ ഇതിൽ ചെയ്യാവുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്, ഇതിപ്പോൾ ശങ്കരാടിയുടെ ഒരു കുറച്ച് ഛായകളുണ്ട്. ശങ്കരാടി ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിപ്പോൾ 50 ലക്ഷം രൂപ ചിലവായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതുവരെ. കുറച്ചും കൂടിയൊക്കെ ചിലവാകും. അപ്പോൾ ചെറിയ എന്തെങ്കിലും തുകയ്ക്ക് അങ്ങോട്ട് ഇപ്പോൾ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ, ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇതിപ്പോൾ വയനാട് ദുരന്തം കാരണം മാറ്റിവെച്ചിട്ടുണ്ട് പ്രതിമ അനാച്ഛാദനം. ഒരു കാരണം അവർ നോക്കിയിരുന്നതാണ്. കാരണം അച്യുതമേനോന്റെ മകൻ ഡോക്ടർ രാമൻകുട്ടി ഇതിന് അച്ഛൻ്റെ ഒരു ചായയില്ല എന്ന് പറഞ്ഞോ? എന്ന് പറഞ്ഞു. അത് ശരി. അപ്പോൾ പിന്നെ പ്രതിമ വെച്ചിട്ട് കാര്യമില്ല. രാമൻകുട്ടി കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടിരുന്നു, ഒരു കുറിപ്പിട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇത് അച്ഛൻ്റെ ചായയൊന്നുമില്ല, ഇത് ചെയ്യുന്നത് ശരിയല്ല. അല്ല സാർ, ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ ആളുകളെ ഓർമ്മിക്കാൻ പ്രതിമകൾ ഉണ്ടാക്കിയാലേ ഓർമ്മിക്കുള്ളൂ? ഒരു നിർബന്ധവും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അല്ല, അച്യുതമേനോൻ കേരളത്തിൽ ഇന്നും ഓർമ്മിക്കപ്പെടും, കാരണം അടിയന്തരാവസ്ഥ കാലത്തെ മുഖ്യമന്ത്രിയാണല്ലോ. അതാണല്ലോ രാജൻ കേസ് എന്ന് പറഞ്ഞാൽ തന്നെ മതി, അച്യുതമേനോൻ ഓർമ്മ. ഈ ചെറുവാര്യർ എന്നൊക്കെ പറഞ്ഞാലും ഓർമ്മിക്കും. ചില ആളുകൾ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ ഒക്കെ പേരിലും ഒക്കെ ചില ആളുകൾ ഓർമ്മിക്കുന്നുണ്ടാവും. അച്യുതമേനോന്റെ കാലത്ത് ശരിക്കും N ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രിയാക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ശ്രീകണ്ഠൻ നായരോട് ചോദിച്ചു എന്നാ, അങ്ങനെ ആകാമോ കുറച്ച് നാളത്തേക്കോ തൽക്കാലത്തേക്കോ? അപ്പോൾ പറ്റില്ല, ഞാൻ മുഖ്യമന്ത്രിയെ, എനിക്ക് സേവേഴ്സിൽ പോയി 2 എണ്ണം അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിരസിച്ചു. അങ്ങനെയാണ് പ്രത്യേക വിമാനത്തിൽ അച്യുതമേനോനെ കൊണ്ടിരുന്നത്. അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നല്ലോ, ഇവിടെ MLA ഒന്നും ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് മത്സരിക്കുകയാണ്. പിന്നെ അടിയന്തരാവസ്ഥ കാലമായതുകൊണ്ട് ഒരു കൊല്ലം കൂടി നീണ്ടും പോയി. സത്യത്തിൽ ഭരണം ആഭ്യന്തരമന്ത്രിയായിരുന്നു. കാരണം അച്യുതമേനോൻ മുഖ്യമന്ത്രിയാകാനായിട്ട് അദ്ദേഹത്തിന് മെറിറ്റൊക്കെ കാണുമായിരിക്കും, പക്ഷെ കോൺഗ്രസിനാണല്ലോ അന്ന് ഭൂരിപക്ഷം. CPI-ക്കാരൻ മുഖ്യമന്ത്രി ആകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ബ്രഷ്നേവ് ഡിക്റ്റേറ്റ് ചെയ്തത് ഇവിടെ ഇന്ദിരാഗാന്ധി അനുസരിച്ചതിന്റെ ഫലമായിട്ടാണ് അച്യുതമേനോൻ മുഖ്യമന്ത്രിയാകുന്നത്. അത് തന്നെ തീരുമാനപ്രകാരമായിരുന്നു. രാഷ്ട്രീയം അത്ര സുഖമുള്ളതല്ല അത്. അപ്പം മറ്റേ അങ്ങേർക്ക് കരുണാകരന് ശരിക്കും നൊന്തിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് അടിയന്തരാവസ്ഥക്കാലത്ത് മൊത്തത്തിൽ അദ്ദേഹം തന്നെയായിരുന്നു ഭരണം. അപ്പോൾ ഈ അച്യുതമേനോൻ്റെ വിധി ഇങ്ങനെയായി. ഇനി വരാനിരിക്കുന്ന പ്രതിമകളും മിക്കവാറും പ്രതിമകൾ, OV വിജയൻ്റെ പ്രതിമ അവിടെ പാലക്കാട്, അത് ആരോ ആക്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. വിജയനുമായിട്ട്. നടൻ മുരളിയുടെ പ്രതിമ എന്താണത്? പറയല്ലേ, ഓർമ്മിപ്പിക്കല്ലേ. അത് പിന്നെ എന്ത് ന്യായം പറയുന്നേ ആലോചിച്ചു. ഏതോ ഒരു തെയ്യ വേഷം പോലെയൊക്കെ ഉണ്ട് ആ പ്രതിമ. അത് പിന്നെ മുരളിയുടെ ഏതെങ്കിലും ഒരു കഥാപാത്രമാണെന്ന് ശില്പി ന്യായീകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ വേഷമൊന്നും മുരളി ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ എന്തൊക്കെയോ ഡ്രസ്സ് പോലെയൊക്കെ കാണുന്നുണ്ട്. അത് ഏതോ ഒരു രാജാ പാർട്ട് പോലെയൊക്കെ കാണുന്നുണ്ട് മുരളിയുടെ. അങ്ങനെ ഒരു സിനിമ ഭരതന്റെ ചമയത്തിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ചമയത്തില് നാടകത്തിന്റെ. അപ്പം മുരളി ഒരു മുരളിയുമായിട്ട് ഒരു ബന്ധവും ആ മുരളിയുടെ പ്രതിമയ്ക്ക് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ആണ് ഈ പ്രതിമ. അപ്പോൾ ഇത് ഈ ശില്പി ഇപ്പൊ പറയാണ് ഇത്
വിവാദമായപ്പോൾ ഇത് കുറച്ച് പൊക്കമുള്ള പ്രതിമയാണ്. ഇത്ര അടിയൊക്കെ ഉണ്ട്, 10-20 അടിയൊക്കെ പൊക്കമുള്ള പ്രതിമയാണ്. ഇത് താഴെ നിന്ന് നോക്കിയാൽ ഇത് അച്യുതമേനോനാണെന്ന് തോന്നും. നേരെ നോക്കിയാല് രാമൂർത്തി സാർ ഇപ്പൊ നേരത്തെ അദ്ദേഹത്തിന്റെ നിർദ്ദേശമൊക്കെ ഞാൻ സ്വീകരിച്ചിരുന്നതാണ്. എങ്ങനെയാണ് മുഖത്തിന്റെ ഷേപ്പ് അദ്ദേഹം വന്ന് നോക്കിയതാണ്. അദ്ദേഹം ചിത്രങ്ങളൊക്കെ ഇപ്പൊ പടം കണ്ട് തെറ്റിദ്ധരിച്ചതായിരിക്കും. പ്രതിമ തീർന്നത് കണ്ടില്ലല്ലോ, താഴെ നിന്ന് നോക്കിയ അച്യുതമേനോനായിരിക്കും എന്ന് ശില്പി പറഞ്ഞിട്ടുണ്ട്. ഇത് കേരളത്തിലെ മിക്കവാറും പ്രതിമകളുടെ കഥ എങ്ങനെയാണ്. ഇപ്പൊ നെഹ്റുവിന്റെ പ്രതിമ താഴെ നിന്ന് നോക്കുമ്പോൾ എനിക്കിത് പലപ്പോഴും ഷെയ്ഖ് അബ്ദുള്ളയാണെന്ന് തോന്നാറുണ്ട്. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ നമ്മൾ താഴെ നിന്ന് നോക്കണം, കുനിഞ്ഞു നിന്ന് നോക്കണം, മലർന്നു കിടന്ന് നോക്കണം. ഈ പ്രതിമയ്ക്ക് യഥാർത്ഥ ആളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാൻ. കേരളത്തിൽ എപ്പോഴൊക്കെ പ്രതിമ ഉണ്ടായിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിലാണ്. അതെ, കാനായി എന്തെങ്കിലും ആരുടെയെങ്കിലും ഒരു പുരുഷന്റെ ആണെങ്കിൽ പ്രതിമ ഉണ്ടാക്കിയതെങ്കിലും 2 വലിയ സ്ഥാനങ്ങൾ ഉണ്ടാവുന്ന ആളുകൾ പറയാം. അതെ അതെ അതെ, ചിലർക്ക് ചില വീക്ക്നെസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ മുത്തോല പെരുമാൾ എന്ന് പറഞ്ഞൊരു മുക്കോല പെരുമാൾ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ കൊച്ചി എറണാകുളത്ത് GCD അത് പിന്നെ ആരുടെ മുഖവും അതും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ആർക്കും ഒരു എന്താണെന്ന് പോലും കാണുന്നവർക്ക് ഒന്നും മനസ്സിലാട്ടെ. എന്താണ് മുക്കോല പെരുമാൾ എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഞാൻ മുമ്പൊരിക്കലും എൻ്റെ സുഹൃത്ത് സലിം GCDA ചെയർമാനായിരുന്നപ്പോൾ സലിമിനോട് ചോദിച്ചു, സലിം ഈ മുക്കോല പെരുമാൾ ആരായിരുന്നു? ഇതായിരുന്നു മറുപടി. അപ്പോൾ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല മുക്കോല പെരുമാൾ. അങ്ങനൊരു പെരുമാളില്ല. ഇല്ല. പിന്നെ എന്തിനാണ് GCDയുടെ മുന്നിലുണ്ടാക്കി വെച്ചത്? തേങ്ങയൊക്കെ ഉടച്ചു വെച്ചത്. അതെ അതെ അതെ. അതിപ്പോ മുമ്പത്തെ ഒരു ഭംഗിയൊന്നും ആ ഭാഗത്ത് കാണാനില്ല. GCD പുല്ലൊക്കെ നേരത്തെ രാത്രി ലൈറ്റൊക്കെ ഇട്ടിരുന്നു. വലിയ താല്പര്യമൊന്നുമില്ല. അതൊന്നുമില്ല. ചന്ദ്രൻപിള്ളയാണ് ഇപ്പോൾ GCDA ചെയർമാൻ. ചന്ദ്രൻപിള്ളയ്ക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലായിരിക്കും. പക്ഷേ ഈ ഫൗണ്ടേഷൻ ഇല്ലെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ശങ്കരാടിയുടെ എന്തോ ജൂബിലിയൊക്കെ കൊണ്ടാടുകയാണല്ലോ. അദ്ദേഹം പാർട്ടിയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നില്ല, ഓഫീസ് സെക്രട്ടറി. അദ്ദേഹം നമ്മുടെ എറണാകുളത്ത് ഇളംകുളത്താണല്ലോ അദ്ദേഹം താമസിച്ചിരുന്ന വീടുള്ളത്. അപ്പോൾ പാർട്ടിക്കാർക്ക് ഇവിടെ ഒരു ശങ്കരാടി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടേ, ഇപ്പൊ ബിനോയ് വിശ്വത്തിന് സമയമുണ്ടല്ലോ, ഈ നാനാച്ഛാദനം ഇല്ലല്ലോ. അതെ, ആ സമയത്ത് ശങ്കരാടിയുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് ഈ അച്യുതമേനോൻ പ്രതിമ കാശ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും കാണത്തില്ല. അപ്പോൾ വടക്കംപറവൂരിലോ ചെറായിലോ അദ്ദേഹം ജനിച്ച അവിടെയെങ്കിലും ഇത് ഈ അച്യുതമേനോൻ പ്രതിമ ശങ്കരാടി പ്രതിമയായിട്ട് സ്വീകരിച്ച് പുനർനാമകരണം ചെയ്ത് ഉയർത്താവുന്നതാണ്. ഏതായാലും CPI ഒരു കുഴപ്പമില്ല. CPI ബിനോയ് വിശ്വത്തിൻ്റെ സമയം പോലെ തീരുമാനിക്കട്ടെ.